നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി. ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച അനിൽകുമാറിനെ പത്തനംതിട്ട റിസർവ് ബാങ്ക് ബാറ്റാലിയനിലേക്കാണ് മാറ്റിയത്. എന്നാൽ അനിൽകുമാറിനെ ഗൺമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയതല്ലെന്നും സ്ഥാനക്കയറ്റം കിട്ടിയതിനാൽ മാറിയതാണെന്നുമാണ് പ്രചരണം. ബറ്റാലിയനിൽ ജോയിൻ ചെയ്ത ശേഷം അനിൽ തിരികെ എത്തുമെന്നും പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചെന്ന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവർക്ക് വീണ്ടും ക്ലീൻ ചിറ്റ് നൽകാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് മാറ്റം. ആദ്യം നൽകിയ ക്ലീൻ ചിറ്റ് തള്ളിയ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് നടത്തിയ തുടരന്വേഷണത്തിലും അനിൽകുമാറും സുരക്ഷാ സംഘത്തിൽപ്പെട്ട പോലീസുകാരും കുറ്റം ചെയ്തിട്ടില്ലെന്ന റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയിരിക്കുന്നത്. നേതാക്കളെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്ന സംഭവത്തിലാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംരക്ഷണം ഒരുക്കാൻ പോലീസ് തീവ്രശ്രമം നടത്തുന്നത്. നേതാക്കളെ സുരക്ഷാ സംഘം തല്ലിച്ചതച്ച് രക്ഷാപ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. മർദ്ദനത്തിന് തെളിവില്ലെന്നും അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. തനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായപ്പോൾ സുരക്ഷാ സംഘം ഇടപെട്ടതാണ് എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു. ഇതിന്റെ പേരിലാണ് ക്രൈംബ്രാഞ്ച് ആദ്യം ക്ലീൻ ചീറ്റ് നൽകിയത്. റിപ്പോർട്ട് സ്വീകരിച്ച കോടതി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ മുമ്പ് റിപ്പോർട്ട് നൽകിയ അതേ ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു രണ്ടാമതും അന്വേഷണത്തിന്റെ ചുമതല. 2023 ഡിസംബർ 15 ആലപ്പുഴ ജില്ലാ ആശുപത്രി ജംഗ്ഷനിൽ നവകേരള ബസിന് സമീപം പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജുവൻ കുര്യാക്കോസിനെയും ജില്ലാ പ്രസിഡന്റിനെയും അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന ഗൺമാനും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് കേസ്. കേസിൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ അനിൽകുമാറിന് പോലീസ് സ്ഥാനം കയറ്റി നൽകി. പത്തനംതിട്ട ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്കാണ് നിയമനം. അനിലിന് നിയമനം ലഭിക്കാനുള്ള സർവീസ് സമയപരിധി നേരത്തെ കഴിഞ്ഞെന്നും ഒഴിവില്ലാത്തതിനാലാണ് നിയമനം നൽകിയതെന്നും സർക്കാർ പറയുന്നു. സർവീസ് കാലയളവ് കണക്കാക്കുമ്പോൾ അർഹത ഉണ്ടെങ്കിലും അന്വേഷണത്തിനിടെയാണ് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനാണ് അനിൽകുമാർ. പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു അനിൽ. തിരുവനന്തപുരം സ്വദേശിയാണ് അനിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജീവനക്കാരെ വിശ്വസിക്കുന്ന പതിവില്ല. എന്നാൽ ഒരു ചാവേറിനെ പോലെയാണ് അനിൽ മുഖ്യമന്ത്രിയോടൊപ്പം പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദൈനംദിന വ്യവഹാരങ്ങളുടെ എല്ലാ ചുമതല അനിൽകുമാറിനാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടുകാരും അനിൽകുമാറിനെ അത്രയേറെ വിശ്വസിക്കുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ TP സെൻകുമാർ DGP സ്ഥാനത്ത് നിന്ന് തെറിക്കാനുള്ള ഒരു കാരണം അനിൽകുമാർ ആയിരുന്നു. അഭിപ്രായ വ്യത്യാസമായിരുന്നുവെന്നും പോലീസ് സേനയിലെ ചില പഴയ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നാളെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയോ MLA ആയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലീസ് സുരക്ഷ ഉണ്ടെങ്കിൽ അനിൽകുമാർ ആയിരിക്കും ഗൺമാൻ എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പുണ്ട്. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ അനിൽകുമാറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായും സംരക്ഷിക്കും. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിക്കുന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ പോലീസിന്റെ നടപടി മുഖ്യമന്ത്രിക്കുള്ള ഒന്നാന്തരം പണിയായിരുന്നു. ക്രൈംബ്രാഞ്ച് SP ലഭിച്ചില്ലെന്ന് പറയുന്ന മർദ്ദന ദൃശ്യങ്ങൾ മർദ്ദനമേറ്റവർ തന്നെ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. കാരണം ലോകം മുഴുവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ലഭ്യമല്ല എന്ന് പോലീസ് പറയുന്നത്. ഇത് MR അജിത് കുമാറിനുള്ള പണി കൂടിയാണ്. MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി കണ്ണുമടച്ച് സംരക്ഷിക്കുന്നതിനുള്ള വിരോധമാണ് DGP ഷേഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയോട് തീർത്തത്. നവകേരള സദസ്സിന്റെ ചുക്കാൻ അജിത് കുമാറിനായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ കയറൂരി വിട്ടത് അജിത് കുമാർ ആണെന്ന ആക്ഷേപം പരക്കെയുണ്ട്. നവകേരള സദസ്സിലെത്തിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റ് സുരക്ഷാ ജീവനക്കാർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കോടതിയിലെത്തിക്കഴിഞ്ഞിരുന്നു. കേസിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കിട്ടിയില്ല എന്ന വിചിത്രമായ കാരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾക്ക് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയത്. ദൃശ്യമാധ്യമങ്ങളോടും ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ല എന്നും കിട്ടിയ ദൃശ്യങ്ങളിൽ മർദ്ദനമില്ലെന്നുമാണ് ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ പ്രധാന വാദം. അതേസമയം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് മേധാവിക്കും ക്രൈംബ്രാഞ്ച് മേധാവിക്കും ഇമെയിലിൽ നൽകിയ യൂത്ത് കോൺഗ്രസ് കോടതിയിൽ തടസ്സ ഹർജി നൽകി. അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇതെന്ന് ശക്തമായ ആക്ഷേപം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറാണ് കേസിലെ 1ാം പ്രതി. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് 2ാം പ്രതി. പരാതിക്കാരന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കുന്നതുമാണെന്നും ബോധ്യമാണ് എന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP സുനിൽകുമാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഡിസംബർ 15 നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കടന്നുപോകുമ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിച്ചവർക്കാണ് അടിയേറ്റത്. പരാതിക്കാരിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ്
കുര്യാക്കോസിനും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനും തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതര പരിക്കുകൾ ഉണ്ട് എന്ന പരാതിയാണ് പോലീസ് അന്വേഷിച്ചു വന്നത്. അതേസമയം ചാനലുകൾ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഡിയോയിൽ നൽകിയിരിക്കുന്നു എന്ന പരാതിക്കാരൻ അജയ് പറഞ്ഞു. എന്നാൽ CD-യിൽ അല്ല, പെൻഡ്രൈവിൽ നൽകണമെന്നും ചാനൽ പകർത്തിയതല്ല, പരാതിക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ വേണമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. മർദ്ദനമേറ്റ് കിടക്കുമ്പോൾ എങ്ങനെ ദൃശ്യങ്ങൾ പകർത്തുമെന്നാണ് അജയ് ചോദിച്ചത്. പിന്നീട് പലതവണ അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണാൻ ചെന്നെങ്കിലും സാധിച്ചില്ല. ഫോണിൽ വിളിച്ചപ്പോൾ സ്ഥലത്തില്ലെന്നായിരുന്നു മറുപടി. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം അടിച്ചു തകർക്കാൻ ശ്രമിച്ചെന്ന വാദം അത് അടിസ്ഥാനരഹിതമാണ് എന്നും അത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നും അജയ് പറയുന്നു. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ചതിന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ സൗത്ത് പോലീസ് കേസെടുത്ത ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3 വകുപ്പുകൾ പ്രകാരമാണ്. 294B പൊതുസ്ഥലത്ത് വെച്ച് അഭ്യാസ വാക്കുകൾ പറയുക, 324 അപകടകരമായ ആയുധം കൊണ്ട് ബോധപൂർവം പരിക്കേൽപ്പിക്കുക, 325 ബോധപൂർവം ഗുരുതരമായി പരിക്കേൽപ്പിക്കുക എന്നിവയാണ് വകുപ്പുകൾ. 3ഉം ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. എന്നാൽ കോടതിക്ക് പുറത്ത് തീർപ്പാക്കാൻ കഴിയില്ല. പ്രതികൾ കോടതിയിൽ വിസ്താരം നേരിടേണ്ടി വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ S. അരുൺ രജിസ്റ്റർ ചെയ്ത കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് അസൽ മൊഴിയോടൊപ്പം കോടതിയെയും പോലീസ് മേലധികാരികൾ അയച്ചതായി FIR-ൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തിരുവനന്തപുരം കലിയൂർ കോ ഓപ്പറേറ്റീവ് ബാങ്കിന് എതിർവശം 1090 കാർത്തികയിൽ അനിൽകുമാർ, അകമ്പടി സേനയിലെ തിരുവനന്തപുരം പൊറ്റക്കുഴി PRA 167 ചെന്താനുവിള S. സന്ദീപ്, അകമ്പടി സേനയിലെ കണ്ടാലറിയാവുന്ന 3 പേർ എന്നിവരാണ് പ്രതികൾ. അനിൽകുമാർ 1-ാം പ്രതിയും സന്ദീപ് 2-ാം പ്രതിയുമാണ്. 15-ന് വൈകിട്ട് 4 മണിക്ക് നവകേരള സദസ്സ് വാഹനങ്ങൾ പോകുമ്പോൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച പരാതിക്കാരായ അജയ് ജുവൽ കുര്യാക്കോസിനെയും AD തോമസിനെയും പോലീസ് തടഞ്ഞു പിന്നിലേക്ക് മാറ്റിയെന്നും തുടർന്നാണ് പ്രതികൾ മർദ്ദിച്ചതെന്നും FIR-ൽ പറയുന്നു. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം പോയ ശേഷം പിന്നാലെ എത്തിയ അകമ്പടി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അനിൽകുമാർ ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിന് സമീപത്ത് വെച്ച് അജിത്തിനെയും തോമസിനെയും അസഭ്യം പറഞ്ഞ് ലാത്തി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നാലെയുള്ള അകമ്പടി വാഹനത്തിലെത്തിയ സന്ദീപും പുറത്തിറങ്ങിയ പരാതിക്കാരെ ലാത്തി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് കേരളം കണ്ട ദൃശ്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ നടപടികളൊന്നും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ തന്നെ ശക്തമായ റിപ്പോർട്ടുകൾ കൂടി വരുമ്പോൾ തനിക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത ഉദ്യോഗസ്ഥന് എന്തിനാണ് ഉന്നത സ്ഥാനങ്ങൾ തുടരുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ DGPക്ക് വലിയ ഉത്സാഹമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുത്ത നടപടി മുഖ്യമന്ത്രിയെ മാത്രമല്ല CPM നേതൃത്വത്തെ ആകെ ക്ഷോഭിപ്പിച്ചിരുന്നു. പോലീസിനെ കയറൂരി വിടുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ചില CPM നേതാക്കളുടെയും അഭിപ്രായം.